സിമ്പിൾ പീപ്പിൾ. സോ വാട്ട് ഈസ് നീഡഡ് ഈസ് സിമ്പിൾ ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വളരെ ഫെയ്ത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. സോ വി നീഡ് ടു പ്രേ ഇൻ വിത്ത് ഫെയ്ത്ത്. അതുകൊണ്ട് അവന്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. അവന്റെ ഇഷ്ടം അറിയാൻ നമ്മൾ അവനിൽ വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അവന്റെ വചനം നമ്മളിൽ വസിക്കണം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. ഹൃദയം തകരാതെ പ്രാർത്ഥിക്കണം. 11-ാം അധ്യായത്തിൽ, ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നതിന്റെ ഉദാഹരണമാണ് എന്ത്? സ്നേഹിതന്റെ അടുത്ത് പിന്നെയും പോയി മുട്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ 18-ാം അധ്യായത്തിൽ ആ വിധവയുടെ ഹൃദയം തകർന്നു പോയില്ല. അവളെന്ത് ചെയ്തു? മടുത്തുപോയില്ലെന്നുള്ളതിനേക്കാൾ ഉപരി ഇവൻ അനീതിയുള്ളവനാണ്, ഇവൻ എനിക്ക് ഇതൊരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞവള് മാറിപ്പോകുന്നില്ല. മറ്റവൻ ഒന്നുമല്ലെങ്കിൽ സ്നേഹിതന്റെ അടുത്താണ് ചെന്നത്. പക്ഷെ ഇവള് ചെന്നത് സ്നേഹിതന്റെ അടുത്തല്ല എന്ന് ആലോചിക്കണം, ഇല്ലേ? അനീതിയുള്ള ഒരു ന്യായാധിപതിയുടെ അടുത്താണ്. അവൾ ഹൃദയം തകർന്നു പോകാതെ പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മുടെ പ്രാർത്ഥന ഹൃദയം തകർന്നു പോകാതെ പ്രാർത്ഥിക്കണം. സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കണം. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. വി നീഡ് ടു പ്രേ വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. സിമ്പിൾ ഇൻ അവർ ഫെയ്ത്ത്. വി നീഡ് ടു ബി സിമ്പിൾ ഹാർട്ടഡ്. കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതാണ്. കൂടെ മുകളിലേക്ക് കയറി ചിന്തിക്കാൻ പറ്റുന്നതായ ഒരു പ്രാർത്ഥനയുടെ സ്റ്റേജാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും എന്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് വീണ്ടും കിടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. നമ്മൾ അതിനകത്ത് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിപ്പീൻ എന്ന് പറയുന്ന ഭാഗം, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമാക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. എന്നാൽ അതിന്റെ ആ ഫസ്റ്റ് പാർട്ട്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അവിടെ ആദ്യം പറയുന്നത് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുക. ചോദിച്ചാൽ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തരും. അവന്റെ നാമത്തിൽ ചോദിക്കുന്ന സകല കാര്യങ്ങളും അവൻ നമുക്ക് നൽകി തരും. വി നീഡ് ടു ആസ്ക് ഇൻ ഹിസ് നെയിം. അവന്റെ നാമത്തിൽ വേണം നമ്മൾ അവനോട് ചോദിക്കാൻ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല. പ്രേ ഇൻ ഹിസ് നെയിം, അവന്റെ പേരിൽ. അവന്റെ പേരിൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. എന്താണ് അവന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഐ എം നോട്ട് ഗോയിങ് ഇൻ മൈ നെയിം, അല്ലാതെ യേശുവിന്റെ നാമത്തിൽ തന്നെ ഐ മീൻ ഓപ്പൺ സീസോം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ്, കല്ല് അടച്ചിരിക്കുന്ന ഗുഹ തുറക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ബന്ധനം അഴിയുന്നതൊക്കെ ആണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അതല്ല എന്റെ നാമത്തിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ഈസി ആയിരുന്നു അല്ലേ? യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ബന്ധനം അഴിയായിരുന്നെങ്കിൽ എന്ത് ഈസി ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല. എന്റെ നാമത്തിൽ പറഞ്ഞാൽ എന്താണ്? എന്റെ പേരിലല്ലാതെ ദൈവത്തിന്റെ പേരിൽ ആണ് ഞാൻ ചെന്ന് ചോദിക്കുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞ സ്റ്റോറിയിലെ ആ കൊച്ചുണ്ടല്ലോ, ആ കൊച്ചിന് യാതൊരു യോഗ്യതയും ശരിക്ക് ഇല്ല. പക്ഷെ അവൻ പറയുന്നതെന്നറിയാമോ? നിന്റെ മോൻ പറഞ്ഞു എന്നോട് എന്തുവാ, എനിക്കൊരു ടിക്കറ്റ് തരുമെന്ന്. എന്റെ ഡാഡി, കൊച്ചി എന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞു, എന്റെ ഡാഡി ഭയങ്കര ജനറസ് ആണ്, അതുകൊണ്ട് യു ജസ്റ്റ് ഗോ ടു ഹിം, ഹി വിൽ ഗിവ് യു എ ടിക്കറ്റ്. ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ടിക്കറ്റ് അല്ല, ഈ എന്താ ഡ്രൈവിന് റൈഡിനുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞു. അവനിങ്ങനെ നിൽക്കുക, കൈ നീട്ടി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ ചെന്ന് അവനോട് എന്ത് ചോദിച്ചാലും അവനത് തരും എന്നുള്ളത് നമുക്ക് അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗം. അതിനുശേഷമാണ് നിങ്ങൾ എന്നൊന്നും ചോദിക്കരുതെന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കണം? അവന്റെ നാമത്തിലായിരിക്കും. വി നീഡ് ടു ആസ്ക് ഹിം ഇൻ ഹിസ് നെയിം. അവനാണ് അതോറിറ്റി ഉള്ളത്. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ഐ ഗോ ടു സംബഡി ഇൻ ഹിസ് നെയിം, ഹി ഈസ് കൺസിഡറിങ് മീ ആസ് ദാറ്റ് പേഴ്സൺ. മാത്യുവിന്റെ ഒരു ലെറ്റർ വന്നിട്ട് പറയാണ്, ഈ സ്ഥലത്ത് പോയി ഒരു 50,000 രൂപ വാങ്ങിച്ചോണ്ട് പോവാ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെന്നാൽ എന്ത് ചെയ്യത്തില്ല, 50,000 രൂപ തരത്തില്ല. പക്ഷെ എനിക്ക് 50,000 രൂപ തരാൻ കാര്യം മാത്യു ചെല്ലുന്നത് പോലെ തന്നെ എന്നെ അവർ കാണുന്നത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ യേശുവിന്റെ പേരിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ യേശു ചെന്ന് ചോദിക്കുന്നതായിട്ടാണ് ദൈവം കാണുന്നത്. ഗോഡ് ഈസ് സീയിങ് മീ ആസ് ഇഫ് ഐ ആം ജീസസ്. ദൈവം എന്നെ കാണുന്നത് യേശുവിനെ പോലെയാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഹു എവർ റിസീവ്സ് ദിസ് ചൈൽഡ് റിസീവ്സ് മീ. ആരെങ്കിലും എന്റെ പേരിൽ ഈ ശിശുവിനെ നിങ്ങൾ കൈക്കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെയാണ് സ്വീകരിക്കുന്നത്, അല്ലേ?
അവന്റെ പേരിന്റെ പ്രത്യേകതയായിട്ടാണ് നമ്മൾ കാണുന്നത്. അവന്റെ പേര് നമ്മൾ ചെല്ലുമ്പോൾ അതിനകത്ത് അവന്റെ അപ്രൂവൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവന്റെ പേര്. പക്ഷെ നമ്മളതിനെ മോഷ്ടിക്കരുത്, അല്ലേ? മാത്യു പറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഇവിടെയും ചെന്ന് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ചെയ്യുന്നത് വാസ്തവത്തിൽ എന്താണ്? അവന്റെ നാമത്തെ ഞാൻ എന്ത് ചെയ്യുകയാണ്? വൃഥാ എടുക്കുകയാണ്. ശരിക്കും എന്റെ നാമം വൃഥാവ് എടുക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അല്ല, വൃഥാവ് എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആ പേര് അറിയാതെ പറയരുതെന്നോ ഒന്നും അല്ല. ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യരുത്? വൃഥാ എടുക്കരുത്. വൃഥാ എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? അവൻ കൽപ്പിക്കാത്തതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇന്ന് നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ എന്ന് പറയുന്നത് പോലെ അവന്റെ പേരിലാണ് നമ്മുടെ എല്ലാ വേലത്തരങ്ങളും നമ്മൾ കാണിക്കുന്നത്, അല്ലേ? വേല മാത്രമല്ല, വേലത്തരങ്ങളും കാണിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവന്റെ നാമം വൃഥാ എടുക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ അവന്റെ പേരിൽ ചെല്ലുമ്പോൾ നമ്മളുടെ യാതൊരു കഴിവും കൊണ്ടും അല്ല നമ്മൾ അവന്റെ പേരിൽ ചെല്ലുന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടാകും. റൊണാൾഡൺ എഴുതിയ ഒരു കാര്യം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞാണ്. ഒരു ദിവസം ഹി വാസ് വെരി ബിസി, ഭയങ്കര ബിസി ആയിരുന്നു. പാസ്റ്റർ, ഹി വാസ് വെരി ബിസി. വൈകുന്നേരം വരെ ഫോണും മറ്റേ നമുക്കറിയാമല്ലോ, നോർമലി അറിയാമല്ലോ, രാത്രി വരെ ഒരു പണിയും ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദോസം പോലും വായിക്കാൻ പറ്റിയില്ല. ഭയങ്കര ബിസി ആയിരുന്നു. ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പക്ഷെ ഭയങ്കര ബിസി ആയിരുന്നു. വീട്ടിലെ കാര്യങ്ങള്, മറ്റുള്ള കാര്യങ്ങള്, വിരുന്നുകാര് എല്ലാം കൂടെ കഴിഞ്ഞ് രാത്രിയിൽ കർത്താവിന്റെ അടുത്ത് ചെന്ന് റോൺ മുട്ടയെ കിടന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, ഇന്ന് എനിക്ക് വേദോസം പോലും വായിക്കാൻ പറ്റിയില്ല, ഇന്ന് വാസ്തവത്തിൽ നിന്റെ മുമ്പിൽ വന്നിരിക്കാനുള്ള യോഗ്യത പോലും എനിക്ക് ഇല്ല, കർത്താവെ, പ്രാർത്ഥിക്കാൻ പോലും എനിക്കുള്ള യോഗ്യത ഇല്ല. കാര്യം ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല കർത്താവെ, നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ എങ്ങനെ നിന്റെ മുമ്പിൽ വന്ന് ഇരിക്കുന്നത്? അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ കർത്താവെ. എന്താ ഞാൻ ഇന്ന് എന്ത് ചെയ്തില്ല? ഭയങ്കര ബിസി ആയിപ്പോയി, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മിക്കവാറും ഒരു ദിവസമല്ല, മിക്കവാറും എല്ലാ ദിവസവും അതൊക്കെ തന്നെയാണ്. കർത്താവ്, ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല കർത്താവ്, അതുകൊണ്ട് നിന്റെ മുമ്പിൽ വന്നിരിക്കാൻ പോലുള്ള യോഗ്യത എനിക്ക് ഇല്ല. ഉടനെ കർത്താവ് റോണിനോട് ചോദിച്ചു, അപ്പൊ നീ എന്തൊരു ചെയ്തായിരുന്നെങ്കിൽ നിനക്ക് ഇവിടെ വന്നിരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് റോണോട് ചോദിച്ച കാര്യം, നീ ഇന്ന് 50 പേരോട് സുവിശേഷം പറയുകയും 10 പേര് രക്ഷിക്കപ്പെടുകയും 3 മണിക്കൂർ വേദോത്സവം വായിക്കുകയും ചെയ്തായിരുന്നെങ്കിൽ നിന്റെ ചിന്ത വൈകുന്നേരം മനമര്യാദയ്ക്ക് ചെന്ന് കർത്താവിന്റെ മുമ്പിൽ ചെന്ന് ഒന്ന് നിൽക്കാമെന്നായിരുന്നോ നീ ചിന്തിച്ചത്? റോൺ ചോദിച്ചാൽ, അങ്ങനല്ലേ കർത്താവേ, ഞാൻ അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അല്ലേ? നമുക്കാണെങ്കിലും അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷത്തോടായിരിക്കുമല്ലോ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുന്നത്. എന്നാ കർത്താവ് പറഞ്ഞത്, നോ വേ. കർത്താവ് പറഞ്ഞു, നീ ചെയ്തതിന്റെ പേരിൽ എന്റെ അടുത്ത് വരാൻ നിനക്ക് ഒരിക്കലും യോഗ്യത ഉണ്ടാകത്തില്ല. റോണ് പറഞ്ഞത്, നീ 50 പേരെ ഇന്ന് കർത്താവിലേക്ക് നടത്തുകയും 4 മണിക്കൂർ മുട്ടുമേ നിന്ന് വേദോത്സവം വായിക്കുകയും 4 മീറ്റിങ്ങിന് ഇത് പ്രസംഗിക്കുകയും ചെയ്തിട്ട് വൈകുന്നേരം അതിന്റെ പേരിൽ എന്റെ അടുത്ത് വന്നാൽ ഞാനിവിടെ കയറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതായത് എന്റെ മുമ്പിൽ നിനക്ക് വന്ന് നിൽക്കാനുള്ള യോഗ്യത നിന്റെ വിയർപ്പല്ല, എന്റെ രക്തമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ വിയർപ്പാണ് നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തുന്നതെന്നാണ്. കർത്താവ് പറഞ്ഞത്, നീ 50 പേരോട് സുവിശേഷം പറയുകയും 50 പേര് രക്ഷിക്കപ്പെടുകയും ചെയ്തിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നതും ഇന്ന് വന്ന് നിൽക്കുന്നതും ഒരേ യോഗ്യതയിലാണ്. കാര്യം നിന്റെ വിയർപ്പ് കൊണ്ടല്ല, എന്റെ രക്തം കൊണ്ടാണ് ഞാൻ ദൈവത്തിങ്കിലേക്കുള്ള നിന്റെ പ്രവേശനം ഉറപ്പാക്കിയത്. അതുകൊണ്ടാണ് റോമലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അവന്റെ നീതീകരണം കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ രക്തം കൊണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് എന്തും ലഭിച്ചിരിക്കുന്നു? പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. ഹല്ലേലൂയ. അപ്പൊ അതാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാനുള്ള യോഗ്യത നമ്മുടെ വിയർപ്പല്ല, പിന്നെന്താണ്? ഇറ്റ് ഈസ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സോ വെൻ വി ഗോ ടു ഹിസ് നെയിം, ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അപേക്ഷിക്കുന്നൊക്കെയും എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ അപേക്ഷിച്ചില്ല. നിങ്ങൾ വന്നതൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ പേരിലായിരുന്നു. വിശ്വാസികളിലും പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താണ്? നമ്മൾ ചെല്ലുന്ന ആരുടെ പേരിലാണ്? നമ്മുടെ പേരിലാണ്, നമ്മുടെ വിയർപ്പിന്റെ പേരിലാണ്. ഞാൻ സുവിശേഷം അറിയിച്ചതിന്റെ പേരിലാണ്, ഞാൻ ഉപവാസം എടുത്തതിന്റെ പേരിലാണ്, ഞാൻ പാട്ട് പാടിയതിന്റെ പേരിലാണ്, ഞാൻ അധ്വാനിച്ചതിന്റെ പേരിലാണ്, ഞാൻ മിഷനറി വേല ചെയ്തതിന്റെ പേരിലാണ്, ഞാൻ മിഷൻ സന്ദർശിച്ചതിന്റെ പേരിലാണ്, മിഷനറിക്ക് പൈസ കൊടുത്തതിന്റെ പേരിലാണ്. നമ്മൾ ദൈവത്തിന് സന്നിധി നിൽക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ കൊണ്ടാണ്. പക്ഷെ ഇതും കൊണ്ടൊന്നും അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അവിടെ ചെല്ലണമെങ്കിൽ എങ്ങനെ പറ്റുള്ളൂ? അവന്റെ രക്തത്തിൽ. വേറെ ഒന്നുമില്ല. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ദൈവത്തിന്റെ സന്നിധി നിൽക്കാനുള്ള നമ്മുടെ യോഗ്യത അല്ല. എന്താണ്? അവന്റെ രക്തം മാത്രമാണ് അതിനുള്ള യോഗ്യത. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് ഞാൻ നിങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ
നാമത്തിൽ അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെയാണ് ആദ്യം പറയുന്ന ഭാഗം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 13-ാം വാക്യത്തിൽ, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കത്തില്ല. അതായത് ആദ്യമൊക്കെ നമ്മൾ ചെല്ലുന്നതിനെന്നറിയാമോ? ചോദിക്കാൻ വേണ്ടിയാ ചെല്ലുന്നത്. പിന്നെ ചെല്ലുന്നതിനെന്നറിയാമോ? പിന്നെ നമ്മളൊന്നും ചോദിക്കത്തില്ല. ചോദിക്കാൻ നമുക്കൊന്നും ഇല്ല. അപ്പോഴാണ് സന്തോഷം പൂർണ്ണമാകും വണ്ണം ലഭിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ സാധാരണ രീതിയിൽ ചെല്ലുന്നത് എന്തെങ്കിലും ലഭിക്കാനായിട്ടാണ് ചെല്ലുന്നത്. കർത്താവേ, എന്റെ കുഞ്ഞിന്റെ അഡ്മിഷൻ ശരിയാക്കണേ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെന്നു, കിട്ടിയപ്പോൾ നമുക്ക് സന്തോഷമായി. പക്ഷെ പിറ്റേ ദിവസം നമ്മളില്ല, കർത്താവേ അഡ്മിഷൻ ശരിയായി, പക്ഷെ കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ സന്തോഷം പൂർണ്ണമായോ? ഇല്ല. പിറ്റേ ദിവസം പിന്നെയും സന്തോഷം കിട്ടണം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും ചെന്ന് ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ്? ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം പൂർണ്ണമല്ല. കാര്യം നമുക്ക് പിറ്റേ ദിവസം പിന്നെയും എന്തുണ്ട്? ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അത് ചെയ്ത് കിട്ടിയെങ്കിലേ സന്തോഷമുള്ളൂ. അന്ന് കിട്ടിയില്ലെങ്കിൽ ഇല്ല. അഡ്മിഷൻ കിട്ടി, പിള്ളേർക്ക് കൊച്ചിന് അഡ്മിഷൻ കിട്ടി, പക്ഷേ ഫീസ് അടയ്ക്കാനില്ലെങ്കിൽ നമ്മൾ എന്തൊരു കഷ്ടത്തിലായിരിക്കും. അഡ്മിഷൻ കിട്ടിയില്ലായിരുന്നു, അത്രയും സങ്കടം ഉണ്ടാകത്തില്ലായിരുന്നു, ഇല്ലേ? പക്ഷെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഹയർ സ്റ്റേജ് ആണെന്ന് ഞാൻ പറയാൻ കാര്യം അതാണ്. എന്താണെന്ന്, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. അതായത് ചോദ്യത്തിനപ്പുറത്തുള്ള ഒരു ദൈവിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. ഞാൻ സാധാരണ അതിനുവേണ്ടി പല സ്റ്റോറീസ് പറയാറുണ്ട്. അതിലൊരു സ്റ്റോറി, ഡി.എൽ. മോഡിയുടെ മകൻ ഒരു ദിവസം ഡി.എൽ. മോഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഐ തിങ്ക് ഐ ഹാവ് സെറ്റ് ഇറ്റ് ഹിയർ. ഡി.എൽ. മോഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡി.എൽ. മോഡിയുടെ മുറിയിലേക്ക് ഇവൻ കയറി ചെന്ന് ഒടുവിൽ മുടിയുടെ മടിയിൽ കയറി ഇരിക്കുക. നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ അവൻ പറയുന്നത് എന്താ? ഒന്നിനുമല്ല, ചുമ്മാ വന്ന ഡാഡിയെ കാണാൻ, ഡാഡിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ. അങ്ങനെ ഇരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജ്. ഒരു യാചകന്റെ ഒരു സ്റ്റോറി ഇതുപോലെ ഉണ്ട്. ഒരു യാചകൻ, അവിടുത്തെ ഒരു രാജാവ്. ഈ രാജാവ്, പണ്ടൊക്കെ രാജാക്കന്മാര് വേഷപ്രച്ഛന്നരായി പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് രാത്രിയിലൊക്കെ പോകുമായിരുന്നു. ഇതുപോലെ ഒരു രാജാവ് വേഷപ്രച്ഛന്നായി കുതിരപ്പുറത്ത് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഒരിടത്ത് തീ കണ്ടപ്പോഴത്തേക്ക് അയാൾ കുതിരയെ നിർത്തിയിട്ട് തിരിച്ചുവിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു യാചകൻ അന്നത്തെ അവന് കിട്ടിയ അരിയൊക്കെ വെച്ച് കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ളവരോട് അന്വേഷിച്ചെങ്കിലേ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഉടനെ രാജാവ് കുതിരയെ രാജാവാണെന്നൊന്നും അവൻ അറിയുന്നൊന്നുമില്ല. അവൻ അടുത്ത് നിർത്തിട്ട് ചോദിച്ചു, നിന്റെ ജോലി എന്നാ? ഉടനെ പറഞ്ഞു, ഇങ്ങനെ ഭിക്ഷ എടുക്കുക. ഉടനെ അടുത്ത് വന്നിരുന്നു, നല്ല തണുപ്പുണ്ട്, തീയൊക്കെ അല്ലേ, തീയുടെ അടുത്തൊക്കെ ഇരിക്കുക. ഉടനെ ചോദിച്ചു, എവിടേക്കാണ് നീ പോകുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട്, അപ്പോൾ കഞ്ഞി തിളച്ച് കഴിഞ്ഞപ്പം ഈ യാചകൻ ചോദിച്ചു, അല്ല വിരോധമില്ലെങ്കിൽ നമുക്ക് കഞ്ഞി ഒരുമിച്ച് കുടിക്കാം. ഉടനെ രാജാവ് പറഞ്ഞു, അതിനെന്താ, നല്ല തണുപ്പൊക്കെ അല്ലേ, ഇച്ചിരി ചൂട് കഞ്ഞി കുടിക്കുന്ന എന്താണെങ്കിലും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? കഞ്ഞിയൊക്കെ കുടിച്ചു. കഞ്ഞി കുടിച്ചിട്ട് രാജാവ് അങ്ങ് പോയി. രാജാവാണെന്നൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസവും രാജാവ് വന്നു, അതിന്റെ പിറ്റേ ദിവസം വന്നു. അപ്പോഴെല്ലാം ഈ യാചകൻ വളരെ മനസ്സിലായി, ഇയാൾ വളരെ സിൻസിയർ ആയിട്ടുള്ള ആളാണെന്നും എല്ലാം മനസ്സിലായി. അപ്പൊ ഇങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച് വന്നപ്പം യാചകൻ കുറച്ചരി കൂടുതലാണ് തുടങ്ങി. കാര്യം കഞ്ഞി കുടിക്കാൻ ആൾ വരുമെന്നുള്ളത് മനസ്സിലായി. അപ്പൊ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഈ രാജാവ് അവനെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്ന് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നിന്റെ അടുത്ത് വരാറുണ്ടല്ലോ, എന്നാൽ ഒരു കാര്യം നിന്നോട് ഞാൻ മറച്ചു വെച്ചു. എന്താ മറച്ചു വെച്ചേ? മറ്റൊന്നുമല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നീ വളരെ വിശ്വസ്തനായ ഒരു മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ രാജാക്കന്മാരൊക്കെ പണ്ട് ചോദിക്കും, രാജ്യത്തിൽ പകുതിയാണെങ്കിലും ഞാൻ നിനക്ക് തരും. പക്ഷെ ഈ യാചകനൊന്നും ചോദിച്ചില്ല. ഉടനെ രാജാവ് ചോദിച്ചു, എന്താ നിനക്ക് സംശയമാണോ? ഞാൻ വെറുതെ പറഞ്ഞു, ആർക്കും എന്ന് പറയാൻ പറ്റരുത്. മുദ്രമോതിരം കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്റെ മുദ്രമോതിരം നോക്ക്, ചക്രവർത്തിയുടെ മുദ്രമോതിരമാണ്, ഇതുകൊണ്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പകുതി വേണമെങ്കിൽ നിനക്ക് കിട്ടും. നിനക്ക് സംശയമുണ്ടോ? ഉടനെ പറഞ്ഞു, ഇല്ല തിരുമേനി, എനിക്കൊരു സംശയമില്ല. സംശയം കൊണ്ടല്ല ഞാൻ നോക്കിയിരുന്നത്. പിന്നെ നീ എന്താ ഒന്നും ചോദിക്കാത്തത്? ഉടനെ ഈ യാചകൻ പറഞ്ഞ ഉത്തരം, രാജാവ്, ഞാൻ എന്ത് ചോദിക്കണ്ടേ? എന്ത് ചോദിക്കാനാ? എനിക്ക് എന്ത് ആവശ്യം? ചക്രവർത്തിയായ അങ്ങ് ഇവിടെ വന്ന് എന്റെ ചട്ടിയിൽ കഞ്ഞി കുടിച്ച് രാജാവിന്റെ സൗഹൃദം എനിക്ക് തന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചോദിക്കാനാ? ഇതിനപ്പുറത്ത് എനിക്ക് എന്താ ചോദിക്കാനുള്ളത്? എനിക്കൊന്നും വേണ്ട. ഐ ജസ്റ്റ് വാണ്ട് ടു സീ. ഒറ്റ കാര്യം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, നമ്മുടെ ഈ സൗഹൃദം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഇതാണ് ഒന്നും ചോദിക്കാത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അന്ന് നിങ്ങൾ എന്നോട് എന്ത് ചെയ്യത്തില്ല? ഒന്നും ചോദിക്കത്തില്ല. കാര്യം ചോദ്യത്തിനപ്പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സൗഹൃദം മാത്രമായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ എപ്പോഴും ചോദ്യങ്ങൾ കൊണ്ടായിരിക്കും. കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ കിട്ടാമോ അതെല്ലാം അടിച്ചു മാറ്റാനാണ് നമ്മുടെ അടിച്ചു മാറ്റാൻ എന്നുള്ള വാക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയൊക്കെ ഉപയോഗിച്ചെന്നുള്ളേ ഉള്ളൂ. പോരട്ടെ, എന്താണെങ്കിലും പോരട്ടെ, കിട്ടട്ടെ, കർത്താവ് എല്ലാം തരട്ടെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ഈ തരുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവും ഇല്ല. സന്തോഷം പൂർണ്ണമാകുന്നില്ല, പിന്നെയും കിട്ടണം. എന്നാൽ രാജാവിന്റെ സൗഹൃദം അനുഭവിച്ചു തുടങ്ങുമ്പോൾ
നമ്മുടെ സന്തോഷം എന്തായി തീരുകയാണ്? പൂർണ്ണമായി തീരുന്ന ഒരു സ്റ്റേജാണ്. പൂർണ്ണമായി തീരുന്ന സ്റ്റേജ്.